ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ നിങ്ങളുടെ മാധുലക്ഷ്മി. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്ന മുന്തിരിത്തോട്ടത്തിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള വീഡിയോസാണ്. അപ്പം മുന്തിരിത്തോട്ടത്തിൽ പോയത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയിട്ട് നോക്കിയാൽ മതി. ഫേസ്ബുക്കിലുമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലും അതിൻ്റെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ അത് കാണുക. അതിനുശേഷം നമ്മൾ കമ്പത്തൂന്ന്, അതായത് മുന്തിരിത്തോട്ടത്തിൽ നിന്നൊക്കെ നേരെ പോകുന്നത് തമിഴ്നാട്ടിലെ കോടിലിംഗേശം എന്ന ശിവക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേനും ഏകദേശം ഒരു 6 മണിയോട് കൂടി ആയി തുടങ്ങിയിരുന്നു. നമ്മൾ ചെന്നപ്പോഴേ അവിടുത്തെ ഒരു ചേച്ചി പറഞ്ഞു, കുഞ്ഞെ പൂജ നടക്കാൻ സമയമായി, അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് വരാൻ പറഞ്ഞു. അവിടെ ഇന്ന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. കാരണം ഇന്ന് കർത്തവാ, അതായത് നമ്മൾ പോയ ആ ദിവസം കർത്തവാവായിരുന്നു. കർത്തവാവിൻ്റെ അന്ന് അവിടെ എന്തോ വലിയ പൂജകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ ഞങ്ങൾ കാറിൽ നിന്നിറങ്ങി. അതിനുശേഷം കാർ അവിടെ കൊണ്ട് പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അമ്പലത്തിലേക്ക് കടക്കുകയാണ്. അപ്പം ഒരുപാട് ആളുകൾ തന്നെ അവിടെ കാണാനായിട്ട് നിൽക്കുന്നുണ്ട്. ഈ കോടിലിംഗേശം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം, ഒരുപാട് ശിവലിംഗമാണ് അവിടെയുള്ളത്. അതുകൊണ്ടാവാം കോടിലിംഗേശം എന്ന പേര് വന്നിട്ടുണ്ടാവുക. അപ്പം അതിനെക്കുറിച്ചൊന്നും നമുക്ക് വലിയ ഇതായിട്ട് അറിയില്ല. അതെന്തുകൊണ്ടാണ് വന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അതൊന്ന് പറയുക. അപ്പം നമ്മളിവിടെ വന്നിട്ടുള്ളത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഇത്രയും വലിയൊരു ഇതിലാണ് നമ്മൾ വരുന്നത് എന്ന്. കാരണം അത്രയും വലിയ രീതിയിലുള്ള പൂജകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഒരു ദിവസമാണ് നമ്മൾ വന്നത്. നമുക്ക് ആ പൂജകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചു. ഇവിടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അതാണ്, നമുക്ക് അമ്പലത്തിൽ, നമ്മുടെ കേരളത്തിലെ അമ്പലത്തിൽ തിരുനടയിൽ, അതായത് ഭഗവാന്റെ നടയിൽ പൂജ നടക്കുന്നത് നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഇവിടെ നമുക്കതിന് കുഴപ്പമില്ല, നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം. അങ്ങനെ ഞാനും കുട്ടേട്ടനും പിള്ളേരും എല്ലാവരും ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ഋതുക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അവളൊക്കെ ഭയങ്കര ഒരു എന്താ പറയണ്ടേ, ആ ഒരു ഭക്തിയിൽ തന്നെ കുഞ്ഞ് വഴക്കൊന്നുമില്ലാതെ മിടുക്കിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ കാണുന്ന ആ പൂജ. അതിൽ ഭക്തി നിർഭരമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതിൻ്റെ ആ വീഡിയോ കറക്റ്റായിട്ട് ആ സൗണ്ടിൽ തന്നെ ഇടണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പൂജ നടക്കുന്ന സമയത്ത് അവർ റെക്കോർഡ് ഇട്ടിട്ടുണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നതുകൊണ്ട് നമുക്കത് എടുക്കാനായിട്ട് സാധിച്ചില്ല. കാരണം പാട്ടിടുമ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് വരുമല്ലോ. ഒരുപാട് ആളുകളുടെ ഒരു എന്താ പറയുക സാന്നിധ്യം ഈ അമ്പലത്തിലുണ്ടായിരുന്നു ആ സമയത്ത്. കാരണം നമുക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് നമുക്കിവിടെ നിന്ന് കിട്ടുന്നത്. നന്ദിയുടെയൊക്കെ ആ ഒരു വിഗ്രഹമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ചന്ദനം തൊട്ട് തരുന്നത് തിരുമേനി തന്നെയാണ് നമുക്ക് ചന്ദനം തൊട്ട് തരുന്നത്, നമ്മുടെ കയ്യിൽ തരികയല്ല. അപ്പം അതൊക്കെ വാങ്ങാനായിട്ട്, അതായത് നമ്മൾ തീർത്ഥം വാങ്ങാനായിട്ട് നമ്മൾ ക്യൂവിൽ നിന്നാണത് വാങ്ങുന്നത്. അതായത് അമ്പലത്തിന് ചുറ്റും, അമ്പലത്തിനെക്കുറിച്ച് പറഞ്ഞാൽ അമ്പലത്തിന് ചുറ്റും നമ്മൾ എവിടെ നോക്കിയാലും ശിവലിംഗത്താൽ ഭയങ്കരമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് നമ്മുടെ ഈ കോടിലിംഗേശം എന്ന ഈ ക്ഷേത്രം. അവിടെ വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കമ്പം വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ വരിക, ദർശനം നടത്തുക. ഇതിൽ പരം കോടി പുണ്യം വേറെ ഒന്നും കിട്ടാനില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അതുപോലെ അത്ര ഭക്തി നിർഭരമായ ഒരു കാഴ്ച മാത്രമല്ല, ഒരു അനുഭൂതിയാണ് നമുക്കിവിടെ ഉണ്ടാവുക. എന്ത് പറഞ്ഞാൽ തീരില്ല. അതുപോലെ തന്നെ ഒരുപാട് പ്രതിഷ്ഠകളുണ്ട് കേട്ടോ. ഈ അമ്പലത്തിന് തൊട്ടടുത്ത് ഒരുപാട് പ്രതിഷ്ഠകളുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഒരു ശിവലിംഗവും അതിനോടൊപ്പം തന്നെയുണ്ട്. പിന്നെ നന്ദിയുടെ വലിയ ഒരു നന്ദിയുടെ രൂപവും അതുപോലെ തന്നെ അവിടെയുണ്ട്. അതുപോലെ നമ്മൾ നടക്കാനുള്ള പാത മാത്രമാക്കിയിട്ട് ബാക്കി മുഴുവൻ ശിവലിംഗത്താൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ ക്ഷേത്രം. അപ്പോൾ നമ്മളിങ്ങോട്ട് വരുമ്പോൾ തന്നെ കാണുമ്പോൾ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പൂവിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത്. അവർ മാത്രമല്ല കേട്ടോ, ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ക്ഷേത്രത്തിലെത്തുന്നത്, ഇങ്ങനെയൊരു ക്ഷേത്രം കാണുന്നത്. പറഞ്ഞു കേട്ടിട്ടുണ്ട്, എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ വരാനായിട്ട് സാധിച്ചിരുന്നില്ല. അങ്ങനെ നമ്മൾ അമ്പലത്തിലെ ദർശനം എല്ലാം നടത്തി നമ്മൾ ഇറങ്ങിയപ്പോൾ ഏകദേശം 7 മണിയോടുകൂടി ആയായിരുന്നു. അപ്പം നമ്മൾ നേരെ ഇതിൻ്റെ രാത്രി ആയതുകൊണ്ട് വലിയ വീഡിയോസ് ഒന്നും കിട്ടിയില്ല. നമ്മൾ കമ്പത്ത് നേരെ തിരിച്ചെത്തി. അതിനുശേഷം ഫുഡ് കഴിക്കാനായിട്ടാണ് കയറിയത്. അപ്പൂനൊക്കെ നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു.
അപ്പം ഇവിടെ നമ്മൾ കഴിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഫ്രൈഡ് റൈസാണ്. ഫ്രൈഡ് റൈസും പിള്ളേർക്ക് നൂഡിൽസുമാണ് വാങ്ങാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഇത് എടുക്കുന്ന സമയത്ത് ഒത്തിരി ടൈമുണ്ട്, കാരണം അവർ ഫ്രഷ് ആയിട്ട് ചെയ്താണ് നമുക്ക് തരുന്നത്. അപ്പം നമുക്ക് കുറച്ച് സമയം എടുക്കും. ആ സമയം കൊണ്ട് ഞാനും ശാന്തി ചേച്ചിയും കൂടെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു വീട്ടിൽ അല്ലെങ്കിൽ അവിടെ ഒരു കടയിൽ ഈ അരിമാവ് അരച്ച് കൊടുക്കുന്നുണ്ട്. അരിമാവ് അരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം അതിന് 20 രൂപയ്ക്കൊക്കെ ഇങ്ങനെ വാങ്ങാനായിട്ട് കിട്ടും. അത് ഞങ്ങൾ വാങ്ങിച്ചു. അത് വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ പോയി. അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഉമ്പിടിയുണ്ട്, ഒത്തിരി ഉണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ഉപയോഗിക്കാനുള്ളതുണ്ട്. അപ്പോൾ ഇതിനിടയിൽ നമ്മൾ ചിക്കൻ ഫ്രൈയും വാങ്ങുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈ വാങ്ങിച്ചിട്ടുണ്ട്, നൂഡിൽസ് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം കഴിച്ചപ്പോൾ നമുക്ക് വലിയ റേറ്റും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. നമുക്ക് പറ്റുന്ന ചെറിയൊരു എമൗണ്ട് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറച്ച് സമയം എടുത്തു കേട്ടോ. അവർ പ്രിപ്പയർ ചെയ്യേണ്ട ആ ഒരു ടൈം എടുത്തു. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഫുഡ് കിട്ടി. ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ, എനിക്ക് സോസ് ഒഴിച്ച് അങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമില്ല. ഇതിനകത്ത് അവർ ഓൾറെഡി സോസ് ഒഴിച്ചാണ് നമുക്ക് തരുന്നത്. എനിക്ക് സോസ് ഒഴിച്ച് കഴിക്കുന്നത് ഇഷ്ടമില്ല. പിന്നെ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ മയോണൈസ് ചേർത്താണ് ഞങ്ങൾ കഴിച്ചത്. വളരെ ടേസ്റ്റ്. എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഉള്ള സ്ഥലത്തൊക്കെ ഇരുന്ന് കഴിച്ചു. പിന്നെ തിരിച്ച് പോകുന്ന വഴി ഞങ്ങൾ നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഞങ്ങളുടെ കണ്ണിൽ ഈ കരിക്ക് കണ്ടത്. അപ്പം അതെടുത്ത് പൊട്ടിച്ചേക്കാമെന്ന് വിചാരിച്ചു. കാരണം ആ കൂട്ടത്തിൽ കണ്ടെങ്കിൽ ഏറ്റവും വലിയ കരിക്കാണ് കേട്ടോ. അതിന് എത്ര രൂപയെന്നറിയോ? 60 രൂപയാണ് നമ്മുടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ഇത്രയും വലുപ്പമുള്ള ഈ കരിക്കിന് വാങ്ങിച്ചിരിക്കുന്നത് വെറും 60 രൂപ മാത്രമാണ്. അപ്പം ഞങ്ങളതെടുത്തു, പൊട്ടിച്ചു. അപ്പവും ചേട്ടായിയും ഞാനും ഞങ്ങളെല്ലാവരും കുടിച്ചിട്ടും അതിനകത്തെ വെള്ളം തീർന്നില്ല കേട്ടോ. ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഈ ട്രിപ്പ് നല്ല രീതിയിൽ അടിച്ചു പൊളിച്ചു. ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി. അപ്പം ഞങ്ങളെല്ലാവരെയും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലത്തെ നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.